നമ്മളങ്ങനെ KP ട്രാവൽസിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 600 രൂപക്കാണ് കേട്ടോ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ ഒരു സ്കാനിയ മൾട്ടി ആക്സിൽ സെമി സ്ലീപ്പർ ബസ് പോകുന്നത്. സമയം രാവിലെ 10:40 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് 11 മണിക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 600 രൂപക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നതെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് രണ്ടാമത് ചെയ്യാനുള്ളത്. കാരണം ഇവിടുന്ന് ഗവൺമെൻറ് ബസ്, അതായത് കേരള ആർടിസിൻ്റെ പൊളിഞ്ഞ ലെയ്ലാൻഡ് സൂപ്പർ എക്സ്പ്രസ് എന്ന് പറഞ്ഞത് ഓടുന്നൊരു വണ്ടി ഉണ്ട്. റെഡ് ബസ്സിലൊക്കെ നോക്കിയാൽ കാണാം. 660-670 രൂപയാണ് ഡേ ട്രിപ്പിന് ഇവിടുന്ന് രാവിലെ 10 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എടുക്കുന്ന വണ്ടിൻ്റെ ചാർജ് കേട്ടോ. ഇത് AC മൾട്ടി ആക്സിൽ സെമി സ്ലീപ്പർ വണ്ടിയാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, വണ്ടിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. 2x2 കോൺഫിഗറേഷനിൽ 53 സീറ്റ് വരുന്ന സ്കാനിയ മെട്രോലിങ്ക് HD 14.5 മീറ്ററുള്ള മൾട്ടി ആക്സിൽ ബസ്സിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. കാരണം ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഇതിൻ്റെ മുമ്പേ കണ്ടിട്ടുണ്ടാവും. KP ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ കോഴിക്കോട് ബാംഗ്ലൂരിൽ ഡേ നൈറ്റ് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് ഇത് നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്നതിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പകൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ തിങ്കളാഴ്ച എന്തായാലും ഈ ബസ് എല്ലാ ആഴ്ചയിലും ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഓടുന്നുണ്ടാവും. കാരണം ഞായറാഴ്ച അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് എടുത്തിട്ട് പിന്നെ ബസ് രാവിലെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഓടും. ഇവിടെ ഹാൾട്ടൊന്നുമില്ല, ഒരു ബസ് വെച്ചിട്ടാണ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ബസ്സിലാണ് നമുക്ക് ഞാൻ പറഞ്ഞ 600 രൂപക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്താൻ പറ്റും. ഏറ്റവും നല്ല കിടിലൻ ഓപ്ഷനാണ് കേട്ടോ ഇത്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഒരു മൾട്ടി ആക്സിൽ പ്രൈവറ്റ് ബസ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്നത് കേട്ടോ. ഇതാണ് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലെഗ് സ്പേസുള്ള നല്ല സീറ്റിംഗ് ആണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി ഒന്നും ഒരു രക്ഷയില്ല, നല്ല കിടിലം വൃത്തിയുള്ളതാണ്. ബാക്കിൽ റോ വരെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കേട്ടോ. അപ്പം സമയം 10:45 കഴിഞ്ഞ് 11 മണി ആവാണ് കേട്ടോ. നമ്മളെ മടിവാളയിലെ ഫസ്റ്റ് പിക്കപ്പ് പോയിന്റിലാണ് ഉള്ളത്. മടിവാളയിലെ സേവറി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള പിക്കപ്പ് പോയിന്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ട് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് വഴി കെങ്കേരി, മൈസൂര്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഗുണ്ടൽപേട്ട, സുൽത്താൻ ബത്തേരി, മുത്തങ്ങക്കാട് വഴിയാണ് കേട്ടോ പോകുന്നത്. മാനന്തവാടി വഴിയല്ല, കൽപ്പറ്റന്ന് അടിവാരം, താമരശ്ശേരി, കൊടുവള്ളി വഴി കോഴിക്കോട്. അതാണ് നമ്മളെ ബസ്സിൻ്റെ റൂട്ട്. അപ്പം കിച്ചൂസ് KP ട്രാവൽസ് ഇത് കൊമ്പനുമായിട്ട്, അതായത് കൊമ്പൻ ട്രാവൽസ് ഉണ്ടല്ലോ, ട്രാവൽസ് അറിയാത്തവർ വളരെ കുറവായിരിക്കും. കൊമ്പൻ ട്രാവൽസുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ കൊമ്പൻ്റെ ഓഫീസുണ്ട് ഞങ്ങളവിടെ. അവിടെ നിന്നാണ് നൈറ്റ് ഉണ്ടാകുന്ന പിക്കപ്പൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാവുക. കൊമ്പൻ്റെ ഈ ഒരു ഓഫീസിൽ നിന്നാണ് ഉണ്ടാവുക. വണ്ടി SRSൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇതിൻ്റെ പുറംഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KS കോഡ്, ഒരു സ്കാനിൻ്റെ ഒരു ലോഗോ, അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. വണ്ടി നല്ല വൃത്തിയുണ്ട്. SRSൻ്റെ കയ്യിലുള്ള വണ്ടി ആയിരുന്നു. 11 ലക്ഷം കിലോമീറ്റർ അങ്ങനെ ഓടി. എന്നാലും സ്കാനിയൊക്കെ ഇപ്പോൾ ഈ റൂട്ടിൽ ഓടുന്ന ഗവൺമെൻറ് കേരള RTC വണ്ടികളെക്കാട്ടിൽ എത്രയോ നീറ്റ്നെസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിയെന്ന് വെച്ചത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ ഇത്. KA01AF0553 KS കോഡ്. വണ്ടിൻ്റെ ടിക്കറ്റ് അവൈലബിൾ റെഡ് ബസ്സിൽ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ റെഡ് ബസ്, അബി ബസ് അങ്ങനെ ബുക്കിംഗ് ആപ്പുകളിലാണ് ബസ്സിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ഉള്ളത്. മെയിനായിട്ട് റെഡ് ബസ്സാണ് കേട്ടോ. റെഡ് ബസ്സിനാണ് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. സമയം 12:15 ആയപ്പോൾ നമ്മൾ കെങ്കേരി എത്തിട്ടോ. കെങ്കേരി പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്ടോ. ഈ സ്കാനിയൻ്റെ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ടാങ്കുള്ള വണ്ടിയാണ്. സ്കാനിയക്ക് സാധാരണ ഫ്രണ്ട് ടാങ്കുള്ള വണ്ടികൾ വളരെ കുറവായി കണ്ടിട്ടുണ്ടാവുക. സാധാരണ ഇവിടെയാണ് ടാങ്കുകൾ അധികം ഉണ്ടാവുക. അവിടെയാണ് നമ്മളെ ഡീസൽ ടാങ്ക് വരുന്നത്. ഇവിടെയാണ് നമ്മളെ എൻജിൻ വരുന്നത് കേട്ടോ.
ഇത്രയും ഫ്യൂവൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് എഞ്ചിനിലോട്ടേക്ക്. നോക്കി 14 മീറ്ററോളം ഫ്യൂൽ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്തിട്ടാണ് എഞ്ചിൻ്റെ അടുത്തേക്ക് എത്തുന്നത് കേട്ടോ. ഇതിൻ്റെ ടാങ്ക് വേറൊരു ഇതുണ്ട്. ഇതിൻ്റെ ടാങ്ക് ആകെ 300 ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ. ഡീസൽ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്കാനിയൻ്റെ 13 ലിറ്റർ 6 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് കേട്ടോ. ഇതിൻ്റെ ഹോസ് പവർ വരുന്നത് ഏകദേശം 410 ഹോസ് പവർ ആണ് കേട്ടോ. നല്ല കിട്ടില്ല വണ്ടിയാണ് കേട്ടോ. ഇതാണ് ഇതേപോലെ വണ്ടികൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ നല്ല പണിയാണ്. കാരണം ഇതിന് മൈലേജ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. 2.2 ഒക്കെ ആണ് കിട്ടുന്നത്. ലിറ്ററിൽ 2.2 കിലോമീറ്റർ ഒക്കെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടികൾ പല ഓപ്പറേറ്റേഴ്സും ഒഴിവാക്കിയിട്ട് പുതിയ 9600 ഷിഫ്റ്റ് വണ്ടി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുഞ്ചിരിയൊക്കെ വണ്ടി ഒഴിവാക്കി തരുന്നില്ലേ, ഓലൊക്കെ 9600 എടുക്കാണ് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പക്ഷേ ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ വണ്ടിയിലുള്ള ട്രിപ്പ് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നമ്മൾ സ്പോർട്സ് കാറിൽ പോകുന്നു സാധാ കാറിൽ പോകുന്ന തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതാണ്. 13 ലിറ്റർ 6 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ വേറെ തന്നെ ആയിരിക്കും. ഇന്നലെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഓടി ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിപ്പോൾ കെങ്കേരി എത്തിയതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് 214 ലിറ്റർ ഡീസലാണ് കേട്ടോ അത് കുടിച്ചത്. ആകെ 500 കിലോമീറ്റർ അങ്ങനെ മാക്സിമം ഓടിയിട്ടുണ്ടാവുള്ളൂ. അത്ര ഓടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ. സമയമല്ലായിരുന്നു വീഡിയോ എടുക്കാൻ, അതാണ് എടുക്കാണ്ടുന്നത്. ഇപ്പം 3 മണി കഴിഞ്ഞ് 3:50 4 മണിയായി. കുറച്ച് ലേറ്റാണ് കേട്ടോ വണ്ടിന്ന്.
നമ്മൾ ലക്കിടി എത്തിയപ്പോൾ ഇവിടെ ഒരു ടീ ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ ടീ വാഷ്റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട്. റോഡ് നല്ല തിരക്കാണെന്ന്. ബസ്സുണ്ട് എല്ലാ ദിവസവും ബസ്സിന്റെ ഇൻഷുറൻസിന്റെ വണ്ടി ഫുള്ള് അവിടെ വെച്ചാണ് പണി എടുക്കുന്നത്. ലൈറ്റും സൗണ്ടൊക്കെ വർഷപ്പ് വെച്ചാണ്ടാണ് ലൈറ്റിന്റെ പണിയും സൗണ്ടിന്റെ പണിയൊക്കെ എടുക്കുന്നത്. നാട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് വരും. കണ്ട 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 ഇന്ന് രാത്രി തന്നെ റിട്ടേൺ പൊളിച്ചണല്ലേ.
വീഡിയോൻ്റെ ലാസ്റ്റ് ആയപ്പോൾ നമ്മളെ കുറച്ച് ഫയൽസൊക്കെ മിസ്സായി പോയിട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ എൻഡ് പാർട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ താമരശ്ശേരി എത്തിയ സമയത്ത് വെയിറ്റ് 7 ആയിട്ടുണ്ടായിരുന്നു, രാത്രി 7 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ താമരശ്ശേരി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലൻ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ റൂട്ടിൽ മൾട്ടി ആക്സിലൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഡേ ടൈമിൽ കേരള RTC വണ്ടി നാട്ടിൽ എത്ര റേറ്റ് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈവറ്റ് വണ്ടി ഓടുന്നത്. അപ്പോൾ KP ട്രാവൽസിൻ്റെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് റെഡ് ബസ്സിൽ, അബി ബസ്സിൽ, Paytm ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത്